നീതി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുത്. സ്നേഹമുള്ളവരെ, ഇന്ന് ദുഃഖശനി വിശുദ്ധ വാരത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. അവിടുന്ന് ക്രൂശിക്കപ്പെട്ട സ്ഥലത്തെ ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ശവകുടീരമുണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഒരുക്കനാളായിരുന്നതിനാലും ശവകുടീരം സമീപത്തായിരുന്നതിനാലും ഈശോയെ അവർ അവിടെ സംസ്കരിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 40-ാം വാക്യം. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ മരിച്ചു അടക്കപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും വരെ യേശുവിന്റെ ശരീരം ആ കല്ലറയിലായിരുന്നു. ദുഃഖശനി മരിച്ചവരായി കല്ലറയിൽ കഴിഞ്ഞ ഈശോയുടെ ഓർമ്മ ദിവസമാണ്. യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയോട് നാം കാത്തിരിക്കേണ്ട ദിവസമാണ്. ഏറ്റവും ശാന്തമായ ദിവസമെന്നാണ് ദുഃഖശനി അറിയപ്പെടുന്നതും. ഈശോയെ പടയാളികൾ തടവിലാക്കിയപ്പോൾ ശിഷ്യന്മാർ പല വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടുത്തെ ശിഷ്യന്മാർ വീണ്ടും ഒത്തുചേർന്നത് ദുഃഖശനിയാഴ്ച ദിവസമാണ്. പിറ്റേ ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസത്തിൽ അവർ കാത്തിരുന്നിട്ടുണ്ടാകാം. ഈ കാത്തിരിപ്പ് തന്നെയാണ് ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം ഓരോരുത്തരും ദുഃഖശനിയാഴ്ച ദിവസം നടത്തുന്നതും. ദുഃഖശനി നിരാശയുടെ ദിവസമല്ല, മറിച്ച് പ്രത്യാശയുടെ ദിവസമാണ്. ദുഃഖവെള്ളിക്കും ദുഃഖശനിക്ക് ശേഷം ഉയർപ്പിൻ്റെ ഒരു ഞായറുണ്ട് എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കുക എന്നതാണ് ഈ ശനിയാഴ്ചയുടെ പ്രത്യേകതയും. നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. അതിനായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നാഥ എന്ന് നമുക്ക് നമ്മുടെ നാഥനോട് പ്രാർത്ഥിക്കാം.